ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 3ാമത്തെ ചാപ്റ്റർ വോളിയത്തിലെ പേജ് നമ്പർ 41 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ദ ടേബിൾ ഷോസ് ദ മെഷർമെൻറ്റ് ഓഫ് സം റെക്ടാങ്കുലർ ബ്ലോക്സ്, കാൽക്കുലേറ്റ് ദ മിസ്സിംഗ് മെഷേഴ്സ്. അപ്പോൾ ഇവിടെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും വോളിയമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആദ്യത്തേൽ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. വോളിയം കാണാനാണ് ഈസിയാണ്. ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടും. സെക്കൻഡ് റോയും ഏകദേശം അങ്ങനെ തന്നെയാണ്. വോളിയം കാണാനാണ്. തേർഡ് റോ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. നമുക്ക് ലെങ്ത്തും തന്നിട്ടുണ്ട്, വിഡ്ത്തും തന്നിട്ടുണ്ട്, പക്ഷെ വോളിയം തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? വോളിയം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ സാധാരണ ഫോർമുല എന്ന് വെച്ചിട്ട് വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു അതേപോലെ തന്നെ ഹൈറ്റാണ്. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ്. അപ്പോൾ നമുക്ക് വിഡ്ത്തോ അല്ലെങ്കിൽ വിഡ്ത്താണ് നമുക്ക് തന്നിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വോളിയം ബൈ ബാക്കിയുള്ളത് എൽ ഇൻറ്റു എച്ച് ആണ് ചെയ്യേണ്ടത്. ഇനി പോട്ടെ, എച്ച് ആണ് നമുക്ക് കാണണമെങ്കിൽ വോളിയം ബൈ, അതായത് ഹൈറ്റാണ് നമുക്ക് കാണണമെങ്കിൽ വോളിയം ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ, ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കിയാലോ. ആദ്യത്തേത് നമ്മളിങ്ങനെ എഴുതാം, 3 × 8 × 7 അല്ലേ. 3 × 8 × 7. 3 × 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 × 8 24 ആണ്. 24 × 7. 7 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 7 × 4 28 ആണ്. ബാലൻസ് 2. 2 × 7 എത്രയാണ്? 14. 14 + 2 16. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 168 ആണ്. ആദ്യം എത്രയാണ് നമ്മുടെ ആൻസർ? 168 ആണ്. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് വിഡ്ത്ത് ഹൈറ്റ് തന്നിട്ടെങ്കിൽ ജസ്റ്റ് വോളിയം കാണാൻ നമ്മളെല്ലാം ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെ നമ്മൾ 3 × 8 × 7 ചെയ്തു. 3 × 8 നമുക്ക് 24 കിട്ടി. 24 × 7 168. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ. അടുത്തത് നമ്മുടെ ലെങ്ത്ത് 6 ആണ്, വിഡ്ത്ത് 4 cm ആണ്, ഹൈറ്റ് 5 cm ആണ്. വോളിയം കാണാനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വോളിയം കാണാൻ ലെങ്ത്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 6 ആണ്. വിഡ്ത്ത് തന്നിരിക്കുന്നത് 4 ആണ്. ഹൈറ്റ് തന്നിരിക്കുന്നത് 5 ആണ്. അപ്പം 6 × 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 × 4 6 × 4 24 ആണ്. 24 × 5 ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ 24 × 5 ചെയ്തു. 5 × 4 20, ബാലൻസ് 2. 5 × 2 10. 10 + 2 ബാലൻസിൽ നമ്മൾ കൂട്ടണം. അപ്പോൾ 120. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 120 ആണ്. അപ്പോൾ രണ്ടാമത്തെ ആൻസർ 120 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ആദ്യത്തേത് 168 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടില്ല, പക്ഷെ വോളിയം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത്? ഹൈറ്റാണ് കാണേണ്ടത്. അപ്പം വോളിയം ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ്. ഇവിടെ നമുക്ക് ഹൈറ്റാണ് കാണേണ്ടത് അല്ലേ. ഹൈറ്റാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ഫോർമുല എങ്ങനെ വരും? വോളിയം ബൈ ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് എന്നാണ് നമ്മുടെ ഫോർമുല വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈറ്റ് കാണാം. വോളിയം ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 48 ആണ്. ലെങ്ത്ത് തന്നിരിക്കുന്നത് എത്രയാണ്? 6 ആണ്. പിന്നെ വിഡ്ത്ത് തന്നിരിക്കുന്നത് 4 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. 48 ഡിവൈഡഡ് ബൈ 6 × 4. ഇപ്പോൾ 48 ഡിവൈഡഡ് ബൈ 6 × 4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 24. അപ്പം 48നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 2 ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഹൈറ്റ് എത്രയാണ്? 2 cm ആണ്. അപ്പം നമുക്കിവിടെ 2 cm എന്ന് എഴുതാം. കിട്ടിയത് മനസ്സിലായല്ലോ. 48 ഡിവൈഡഡ് ബൈ 6 × 4. അപ്പോൾ 48 ഡിവൈഡഡ് ബൈ 24. അപ്പോൾ 48 24 48 2 ടൈംസ് ആണ്. അതാണ് 2 cm. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ലെങ്ത്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടില്ല, ഹൈറ്റ് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. സെയിം അല്ലേ. നമുക്ക്
അപ്പോൾ വോളിയം നമുക്കറിയാം ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണല്ലേ. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ നമുക്ക് എന്താ കാണേണ്ടത്? വിഡ്ത്താണ് കാണേണ്ടത്. വിഡ്ത്താണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഫോർമുല എങ്ങനെ എഴുതും? വോളിയം ബൈ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ വോളിയം എന്ന് പറയുന്നത് 48 ആണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അതായത് 48 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണല്ലേ. 48 ഡിവൈഡഡ് ബൈ 16. 16 48 എത്ര പ്രാവശ്യം പോവും? 3 ടൈംസ് ആണ് പോവുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ. നമുക്ക് 3 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ ആൻസർ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. 3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അടുത്തത് ലെങ്ത്ത് തന്നിട്ടില്ല, വിഡ്ത്ത് തന്നു, ഹൈറ്റ് തന്നു, വോളിയം തന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വോളിയത്തിൻ്റെ ഈക്വേഷൻ അറിയാമല്ലോ. ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ലെങ്ത്താണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതും? വോളിയം ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ വോളിയം എത്രയാണ്? 48 ആണ് തന്നത്. വിഡ്ത്ത് എത്ര തന്നത്? 2 ആണ്. ഹൈറ്റ് തന്നത് 2 ആണ്. അപ്പോൾ 48 ഡിവൈഡഡ് ബൈ 4. 48നെ 4 ഡിവൈഡ് ചെയ്താൽ 48ൽ എത്ര 4 ഉണ്ട്? 12 ആണുള്ളത്. അപ്പോൾ 12 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസർ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ഓക്കെ, 12 സെൻറ്റിമീറ്റർ. ഇനി 6th പ്രോബ്ലം നോക്കാം. സിക്സ്ത്തും നമുക്ക് ലെങ്ത് ആണ് കാണേണ്ടത്. വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, വോളിയം മാറി 80 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വോളിയം നമുക്ക് 8 ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? ലെങ്ത്താണ്. അപ്പോൾ നമ്മുടെ ലെങ്ത്താണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? വോളിയം ബൈ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ വോളിയം നമുക്ക് 80 ആണ്. വിഡ്ത്ത് എത്രയാണ്? 2 ആണ്. ഹൈറ്റ് എത്രയാണ്? 4 ആണ്. അപ്പോൾ 80 ഇൻറ്റു 2 ഇൻറ്റു 4 എത്രയാണ്? 8 ആണ്. 80 ഡിവൈഡഡ് ബൈ 80 സിമ്പിളാണ്. എത്രയാണ്? 10 അല്ലേ. 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 6th 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി ലാസ്റ്റ് 7th 1. ഓക്കെ, 7th 1 നമുക്ക് നോക്കാം. 7th 1ൽ ലെങ്ത്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടില്ല, ഹൈറ്റ് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് എത്രയാണ്? 14 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് തന്നിട്ടില്ല, ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ ആണ്, വോളിയം 210 ആണ്. ഇത് നമുക്കിപ്പം ചെയ്ത് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്കത് മനസ്സിലാവല്ലേ. 210 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5 ഇൻറ്റു 14 ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്ത് ഇപ്പോൾ പ്രാക്ടീസായി. എന്നാലും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതാണ്. വോളിയം ഇൻറ്റു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ നമുക്ക് വിഡ്ത്താണ് കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്തായിരിക്കും? വോളിയം ബൈ ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഇവിടെ വോളിയം നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 210 ആണ്. അപ്പോൾ ലെങ്ത്ത് തന്നിരിക്കുന്നത് എത്രയാണ്? 14 ആണ്. പിന്നെ ഹൈറ്റ് തന്നിരിക്കുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ 210 ഡിവൈഡഡ് ബൈ 14 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? 14 ഇൻറ്റു 5. 14 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 4 20, ബാലൻസ് 2, 5 ഇൻറ്റു 5 5 പ്ലസ് 2, അതായത് ബാലൻസ് ഉള്ളത് നമ്മൾ ആഡ് ചെയ്യണം. 1 ഇൻറ്റു 5 ആണ് കിട്ടിയത്. 5നോട് 2 ആഡ് ചെയ്തു. അപ്പോൾ 7 ആണ്. 7 കാണുന്നില്ലല്ലോ. 7 ഇവിടെ ഇല്ല. 7. അപ്പം 70 ആണ് നമ്മുടെ ആൻസർ. അപ്പം 210 ഡിവൈഡഡ് ബൈ 70. അപ്പം നമുക്കിവിടെ ഒരു റിലേഷൻ ഉണ്ടല്ലോ. ഇത് 0യും 0യും ക്യാൻസൽ ചെയ്തു. 21 7ൽ എത്ര ടൈംസ് പോവും?
21 7 എത്ര ടൈംസ് പോവും? 3 ടൈംസ് ആണ് അല്ലേ? 7 14 പിന്നെ 21 ആണല്ലോ, അപ്പോൾ 3 ടൈംസ് പോവും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വൺ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ആൻസറൊക്കെ ഒന്ന് എഴുതി നോക്കിയാലോ? നമ്മൾ ആദ്യം ചെയ്ത മുതൽ നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം നമ്മൾ എത്ര എഴുതി? 168 ആണ് ഇവിടെ നമുക്ക് വോളിയം കിട്ടിയത്. രണ്ടാമത് നമ്മൾ വോളിയം കണ്ടത് 120 ആണ്. പിന്നെ നമുക്ക് ഇവിടെ എഴുതേണ്ടത് ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആയിരുന്നു. പിന്നെ നമുക്ക് വിടുത്ത് ഇവിടെ എത്രയായിരുന്നു? 3 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. പിന്നെ നമുക്ക് ഫിഫ്ത്തിൽ 12 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. പിന്നെ നമുക്ക് 10 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് 3 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ഓക്കെ ഫൈൻ, താങ്ക് യു.